welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. ഞാനിവിടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു ഊത്തപ്പവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് തക്കാളി കുറുമ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓട്സ് ഊത്തപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെ ഈ ഓട്സ് ഊത്തപ്പവും അതുപോലെ തന്നെ തക്കാളി കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഓട്സ് ഊത്തപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ടിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഡ്രൈ ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അതിലുള്ള പൊടിയൊക്കെ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. അപ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും. ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോൾ ഇത് മൂത്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അതിനകത്തിരുന്ന് പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത് മൂത്ത് കഴിയുമ്പോഴേക്കും ഇത് പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ചെറുതായിട്ട് ചൂടൊന്ന് കുറഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകുന്നവരെ മൂപ്പിക്കരുത്. ചെറുതായിട്ട് അതിൻ്റെ കളർ മാറി വരുമ്പോൾ ഇതുപോലെ എടുത്ത് മാറ്റി ചൂട് കുറഞ്ഞു വരുമ്പോൾ ഫൈനായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. അതിനുശേഷം അതൊരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഓട്സിന് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പുളിയുള്ള തൈരാണെങ്കിൽ നമ്മുടെ മാവിനും അതുപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ പുളിപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ മാക്സിമം പുളി കുറഞ്ഞ തൈര് നോക്കി എടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 2 വലിയ സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് നുറുക്കിയത്, അതും കൂടെ കുറച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി സവോളയും അതുപോലെ തന്നെ മല്ലിയിലയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലിലിടാനായിട്ടാണ്. അപ്പോൾ ബാക്കി കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ മാവ് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർക്കുക, ഒറ്റയടിക്ക് കൂടുതൽ ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് അയഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇപ്പം നന്നായിട്ട് ആവശ്യത്തിന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് ആ റവയും ഓട്സും എല്ലാം ആവശ്യത്തിന് വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് ഇതൊന്ന് തിക്കായി വരും കുറച്ച്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് മതി, ഒത്തിരി നേരം വെക്കേണ്ട. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബായിട്ട് ഇതൊന്നും കൂടെ കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ദോശ ചുടാൻ പരുവത്തിനായിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ തൈര് ചേർത്തല്ലേ, അപ്പം അതിൻ്റെ അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുളി മുന്നിട്ട് നിൽക്കും. മാക്സിമം പുളി കുറഞ്ഞ തൈര് തന്നെ ചേർക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം, ദോശക്കല്ല് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറേശ്ശെ ഉള്ളിയും, അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാൻ പറ്റിയാൽ അത്രയും ടേസ്റ്റാണ്. ഇപ്പോൾ സവോള അരിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ എണ്ണയായാലും മതി, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ആ ദോശയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് സവോള അതിൽ നിന്ന് വിട്ടു പോരാതിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും.
രണ്ട് സൈഡും മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എടുക്കാം. നമ്മുടെ ഓട്സ് ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് തക്കാളി കുറുമ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയായിരുന്നു, അതുകൊണ്ട് അരമുറി എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് 2 പച്ചമുളക് വലുത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, സാധാ ജീരകമല്ല പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. 2 കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ചേർക്കുമ്പോഴേക്കും. പിന്നെ 2 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5-6 കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു 5-6 വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമ്മൾ തേങ്ങ അരച്ചതിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങയ്ക്കകത്തുള്ളത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഏകദേശം ഒരു 2 പിടിയോളം ചെറിയ ഉള്ളി ഞാനിവിടെ ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് പിളർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് സവോളയാണെങ്കിലും യൂസ് ചെയ്യാം, എങ്കിലും ചെറിയ ഉള്ളിയാണ് ഈ കുറുമയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഏകദേശം ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊടി മൂത്ത് പോവും, അതിൻ്റെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവുള്ളൂ. പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് 2 വലിയ തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അധികം കട്ടിയിലല്ലാതെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ പഴുത്ത തക്കാളിയാണ് ഏറ്റവും ടേസ്റ്റ്. നന്നായിട്ട് പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് നേരം മൂടി വയ്ക്കുമ്പോഴേക്കും ഒരു 2-3 മിനിറ്റ് മൂടി വയ്ക്കുമ്പോൾ തന്നെ തക്കാളി നന്നായിട്ട് പഴുത്താണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവായി കിട്ടുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് വെന്തോളും. പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് നന്നായിട്ട് കുഴഞ്ഞു കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുന്നവരെ വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതുവരെ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു, അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 1.5 കപ്പോളം ഞാൻ വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ലൂസായി വന്നിട്ടുണ്ട്. 1.5 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ മാക്സിമം നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ അരപ്പിൻ്റെ പച്ച ചൊവയെല്ലാം മാറി നന്നായിട്ട് ഗ്രേവി നല്ല കുറുകി വരും. അതുവരെ നമുക്കിതൊന്ന് മൂടിയൊന്നും വെക്കേണ്ട, തുറന്നു വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ ഗ്രേവി നല്ല കുറുകി നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മസാലയുടെയൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം മല്ലിയിലയോ കറിവേപ്പിലയോ എന്തെങ്കിലും ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ തക്കാളി കുറുമ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഓട്സ് ഊത്തപ്പവും തക്കാളി കുറുമയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്